ഹായ് ഓൾ, റമലാൻ മുബാറക്. നമ്മുടെ പുതിയ വീട്ടിലെ ആദ്യത്തെ റമലാനാണ്. അങ്ങനെ ഒരു പ്രത്യേകതയും കൂടെ ഉണ്ട്. കഴിഞ്ഞ റമലാൻ നമുക്ക് സ്പെഷ്യൽ തന്നെയായിരുന്നു. നമ്മുടെ ഐബുട്ടനെ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന ടൈമായിരുന്നല്ലോ. എൻ്റെ ഡെലിവറി വന്നിട്ട് കഴിഞ്ഞ റമലാനിൽ 27ാം രാവിനായിരുന്നു കേട്ടോ. അപ്പോൾ 27ാം രാവിന് കിട്ടിയിട്ടുള്ള പൊന്നു മോനാണ് നമ്മുടെ ഐബുട്ടൻ. നമ്മുടെ റമലാൻ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കാം അല്ലേ. ഇൻട്രോ കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ വന്നിട്ട് എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. നമ്മുടെ അത്താഴം ഉണ്ടല്ലോ, അതൊക്കെ പുല്ലൂരിലുള്ള വീട്ടിലായിരുന്നു. നമ്മൾ 2-3 ദിവസമായിട്ട് അവിടെ തന്നെയായിരുന്നു. അപ്പോൾ അത്താഴമൊക്കെ കഴിച്ച് നോമ്പൊക്കെ നോറ്റിട്ട് ഒരു 10-11 മണിയൊക്കെ ആയപ്പോഴാണ് നമ്മൾ ഇങ്ങോട്ട് എത്തിയത്. അപ്പോൾ ഇനി ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ ഇവിടെ നിന്നാണ് തുടങ്ങുന്നത് കേട്ടോ. സോ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. പുലർച്ചെ ഐബുട്ടൻ എണീക്കണ്ടെന്ന് വിചാരിച്ച് ഇങ്ങനെ പതുക്കെ എണീക്കായിരുന്നു ഞാൻ കേട്ടോ. എവിടെ, അതിൻ്റെ പുറകെ തന്നെ അവനും എണീറ്റിട്ടുണ്ട്. ഫസ്റ്റ് നോമ്പായതുകൊണ്ട് തന്നെ നിഷു നോൽക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്താത്താനെ വിളിക്കണ ഡ്യൂട്ടി ഇനിയിപ്പോൾ ഐബുട്ടൻ അങ്ങോട്ട് ഏറ്റെടുത്തോളൂ. ഇപ്പച്ചിക്കായാലും മിങ്കായാലും അത്താഴത്തിന് ചോറന്നെ കഴിക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഇങ്ങനെ ദോശ ആക്കാമെന്ന് വിചാരിച്ച് പിന്നെ ദോശയ്ക്കുള്ള കറിയും കൂടെ സെറ്റാക്കി എടുക്കണുണ്ട്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് തൂമിക്കാനും തേങ്ങ അരക്കാനൊക്കെ ഉണ്ടായിരുന്നേ. അതൊക്കെ ചെയ്ത് സംഭവം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ദോശ നമ്മൾ മറിച്ചിടലുണ്ട് കേട്ടോ. അതാണ് ആ ഭാഗം കാണുന്നത്. നമുക്ക് നല്ല മൊരിഞ്ഞ ദോശയാണ് ഇഷ്ടം. നോമ്പെടുക്കാനുള്ള ആ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടല്ലോ, അതുകൊണ്ടുള്ള ആ ഒരു ഹാപ്പിനെസ്സാണ് നിഷുവിൻ്റെ മുഖത്ത് കാണുന്നത്. സ്കൂളൊക്കെ ഉള്ള ദിവസം ആയതുകൊണ്ട് തന്നെ എനിക്കൊരു പേടി ഉണ്ടായിന്, എന്താകുമോ എന്ന്. എന്തായാലും അൽഹംദുലില്ലാ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ നോമ്പൊക്കെ. പിന്നെ നമ്മളെല്ലാവരും കൂടെ കൂടിയിട്ട് ചായയൊക്കെ കുടിച്ച് പിന്നെ ആ ഒരു റസ്ക് ഉണ്ടല്ലോ, അതെനിക്ക് മസ്റ്റാണ്. റമളാൻ മാസമായ റസ്ക് നിർബന്ധമാണ് അത്താഴത്തിന്. ഐബുക്കുട്ടന് ഇത് അവിടെ ഫുൾ ഇൻട്രസ്റ്റിലാണ്. അങ്ങനെ അത്താഴമൊക്കെ കഴിച്ച് നിഷുവിനൊക്കെ സ്കൂൾക്ക് പറഞ്ഞേച്ച് രാവിലത്തെ ആ ഒരു കുഞ്ഞു പരിപാടികളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളിതാ നേരെ പുറപ്പെട്ടു നമ്മുടെ ആനക്കയത്തത്തെ വീട്ടിലേക്ക്. കഴിഞ്ഞ റമളാനിൽ ഒരു കുഞ്ഞു വീട്ടിനായിട്ട് പഠിച്ചവൻ്റെ മുന്നിൽ കരഞ്ഞു ദുആ ചെയ്തതൊക്കെ ഇന്നലെ പോലെ ഓർക്കുകയാണേ. ഇന്ന് ഈ ഒരു പുതിയ വീട്ടിലാണ് നമ്മൾ ആദ്യത്തെ നോമ്പ് എടുക്കാൻ പോണത്. അൽഹംദുലില്ലാ എന്നല്ലാണ്ട് വേറെ ഒന്നും പറയാനില്ല. പഠിച്ചവനോട് മാത്രം നന്ദി പറഞ്ഞാൽ പോരാ, എൻ്റെ ഹസ്ബൻഡിനോടും ഞാൻ കടപ്പെട്ടിരിക്കുകയാണ് കേട്ടോ. ആളുടെ ഏറെ നാളത്തെ അധ്വാനത്തിൻ്റെ ഫലം കൂടിയാണ് നമ്മളെ വീട്. നമ്മളിങ്ങനെ പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടും എന്നൊക്കെ പറയൂലേ പഠിച്ചവനോട്, അതിന് ഇതിലും വലിയൊരു ഉദാഹരണം എനിക്ക് വേറെ ഇല്ല. ഏകദേശം ഒരു 10-11 മണിയൊക്കെ കഴിക്കണ് നമ്മൾ അവിടുന്ന് പോന്നപ്പോൾ തന്നെ. പോണ വൈക്കിൽ ബീഫും കൂടെ വാങ്ങിച്ചിട്ട് അങ്ങോട്ട് പോവാന്ന് വിചാരിച്ച്. അതാവുമ്പോൾ വന്ന ഉടനെ തന്നെ ഐബുട്ടൻ ഉറക്കിയിട്ട് നേരെ അതങ്ങോട്ട് കട്ട് ചെയ്യാൻ നിന്ന് അത് കഴുകുക, വൃത്തിയാക്കുക, അതിൻ്റെ പരിപാടികളൊക്കെ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് തീരുമാനമാക്കുക. നോമ്പാവുമ്പോൾ നമുക്ക് എനർജി വളരെ കുറവായിരിക്കുമല്ലോ. അപ്പോൾ ഉള്ള എനർജിയിൽ രാവിലെ തന്നെ പരിപാടികളൊക്കെ എടുത്ത് തീർക്കുക. ബീഫ് ഇന്ന് തന്നെ നമ്മൾ മുഴുവൻ എടുക്കണില്ല, ഇതൊരു 2 ദിവസത്തിനെങ്കിലും മിനിമം ആക്കണം. 2-3 ആക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ. റമളാനാവുമ്പോൾ ഇങ്ങനെയൊക്കെ തന്നെ ആവും ഒട്ടുമിക്ക വീട്ടിലും അല്ലേ. ഇതിപ്പോൾ എന്നും വേണമല്ലോ, ഒരു ദിവസം മാത്രം പോരല്ലോ. അങ്ങനെ ബാക്കി ഞാൻ വെച്ചിട്ടുണ്ട്, കുറച്ച് ഫ്രീസറിൽ അങ്ങോട്ട് മാറ്റി വെച്ച് നമുക്ക് ആവശ്യത്തിനുള്ളതൊക്കെ കഴുകി വൃത്തിയാക്കി സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നേരെ കറി വെക്കുവാണ്. ഇതിപ്പോൾ നമുക്ക് വിറകടുപ്പൊന്നും ഇല്ലാത്തതുകൊണ്ട് കുക്കറിൽ തന്നെ ഉണ്ടാക്കണം. അങ്ങനെ ബീഫും അതിലോട്ടുള്ള തക്കാളി പൊട്ടാറ്റോ കൂടെ ആഡ് ചെയ്യണുണ്ട്. അതൊക്കെ ഇട്ട് കൊടുത്ത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഉലുവയും പെരിഞ്ചീരകവും ബാക്കിയുള്ള മസാല പൗഡറുകളും എല്ലാം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് അങ്ങനെ ഒരു വെറൈറ്റി സ്റ്റൈലൊന്നും പരീക്ഷിക്കാൻ ടൈം ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു നോർമലായിട്ട് ഉണ്ടാക്കുന്ന പോലെ തന്നെ തേങ്ങയൊക്കെ വറുത്തരച്ചിട്ടുള്ള ഒരു സാദാ ബീഫ് കറിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഇന്ന് നമ്മൾ പത്തിരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്, ഒന്നാമത്തെ നോമ്പായതുകൊണ്ട് ആ നോമ്പിന് നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണമല്ലോ, അതുകൊണ്ട് മാത്രം നമ്മൾ പത്തിരി ഉണ്ടാക്കുവാണ്. നമുക്കാർക്കും പത്തിരി അത്ര വലിയ ഇഷ്ടമുള്ള സംഭവമല്ല. ഒട്ടുമിക്ക വീട്ടിലും റമളാനായ 30 ദിവസം പത്തിരി ആയിരിക്കും. നമുക്ക് അങ്ങനത്തെ നിർബന്ധങ്ങളൊന്നും ഇല്ല കേട്ടോ. എന്താണോ ഉണ്ടാക്കുന്നത് അത് മിണ്ടാണ്ട് കഴിക്കും പോകും, അത്രേ ഉള്ളൂ. അതിനിപ്പോൾ എൻ്റെ ഉപ്പച്ചി ആയാലും ശരി, എൻ്റെ ഹസ്ബൻഡ് ആയാലും ശരി, ഇന്നത് വേണമെന്നുള്ളൊരു വാശിയൊന്നുമില്ല. നോമ്പ് തുറക്കുമ്പോൾ ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു സെയിം ഫുഡ് തന്നെയായിരുന്നു നമുക്ക് അത്താഴത്തിനും കൂടെ ഉള്ളത്. അപ്പോൾ ഉണ്ടാക്കുന്ന ടൈമിൽ നമ്മൾ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ തന്നെ ഉണ്ടാക്കുന്നുണ്ട്. തേങ്ങയൊക്കെ അത്യാവശ്യം എടുത്തിട്ടുണ്ട് വറുക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ പിന്നെ കറിയൊക്കെ കുറച്ച് കൂടുതലുണ്ടാവുമല്ലോ.
കറിയൊക്കെ അതാ വിസിലൊക്കെ അടിച്ച് അവിടെ കിടന്നങ്ങോട്ട് സെറ്റ് ആവണുണ്ട്. നമ്മളെ തേങ്ങ വറുക്കലും ഏകദേശം തീരുമാനമായി തുടങ്ങിയിട്ടുണ്ട്. നല്ല ബ്രൗൺ കളർ ആവോളം വറുക്കണമല്ലോ. അങ്ങനെ ആവുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ ഇക്കാരം ആ കറിക്ക്. തേങ്ങ ചൂടാറുന്ന ആ ടൈം കൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുത്തു കേട്ടോ. അതാവുമ്പോൾ ഈ ഒരു ക്ലീനിങ്ങും കൂടെ അങ്ങോട്ട് കൂടെ കഴിഞ്ഞാൽ ഒരു സമാധാനമാണ് അടുക്കളയിൽ നിൽക്കാൻ തന്നെ. ഈ ഒരു സമയത്തൊക്കെ ഐബുകുട്ടൻ ഉറങ്ങാണ് ചടപടയെന്നും പറഞ്ഞ് പരിപാടികളൊക്കെ പെട്ടെന്ന് തീർക്കുന്ന സമയമാണ് കേട്ടോ. അവൻ ഉറങ്ങുമ്പോഴേ മനസമാധാനത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. റമളാൻ 30 വീഡിയോ എടുക്കണം എന്നൊക്കെ ഞാൻ കരുതുന്നുണ്ട്. എന്താവോ എന്തോ ഈ പൈതലിനെ വെച്ച് കഴിയോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ഒന്നാമത് അവന് ഒരു വയസ്സ് പോലും ആയിട്ടില്ല. പിന്നെ ആവശ്യം എൻ്റേതാണല്ലോ വീഡിയോ ഇടല് എന്നുള്ളത്. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ കാട്ടിയിട്ട് അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് വിചാരിച്ച്. ഗൈസ്, നിങ്ങളും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നിങ്ങൾ വീഡിയോ കണ്ടാൽ മാത്രമേ എനിക്ക് എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇങ്ങോട്ട് സക്സസ് ആവാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ പറ്റണ പോലെയൊക്കെ എന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്യാം. അങ്ങനത്തെ തേങ്ങയൊക്കെ വറുത്തരച്ച നമ്മുടെ നാടൻ ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് പത്തിരിയും കൂടെ അങ്ങോട്ട് ഉണ്ടാക്കിയെടുക്കണം. പത്തിരി ഉണ്ടാക്കാൻ ഞാൻ അത്ര വലിയ പ്രോ അല്ല ഗൈസ്. എനിക്ക് അത് കുഴക്കാനായാലും വാട്ടാനായാലും പരത്താനായാലൊക്കെ ഭയങ്കര ഇടങ്ങാറാണ്. ബട്ട് ചുടണ കാര്യത്തിൽ ഞാൻ കുറച്ച് എക്സ്പേർട്ടാണ് കേട്ടോ. അതിപ്പോൾ ഇനി തറവാട്ടിലായിരുന്ന ടൈമിലും ചുടണ ആൾ ഞാൻ തന്നെ ഇക്കാരെ. അവിടെ പരത്താൻ എന്നെ ഹെൽപ്പാക്കുന്ന ആൾ ഒന്നിക്കലും മദറിലോ അല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ ഇളച്ചി കഴിക്കാറ് കേട്ടോ. അതുകൊണ്ട് ഈ പരത്തണ പരിപാടി എനിക്ക് പണ്ടേ ഇഷ്ടമില്ല. പൊടിയൊക്കെ വാട്ടിയിട്ട് ഒരു 2 ട്രിപ്പാക്കി വെച്ചിട്ടുണ്ട്. 2 ട്രിപ്പായിട്ട് അങ്ങോട്ട് കുഴക്കാമെന്ന് വിചാരിച്ച്. ഇതിപ്പോൾ നല്ല ചൂടല്ലേ, ചൂട് കൊടുക്കുന്ന കുഴക്കും വേണമല്ലോ, അത് വേറെ വിഷയം. അങ്ങനെ നമ്മൾ 2 ട്രിപ്പായിട്ട് കുഴച്ച് പിന്നെ എല്ലാം കൂടെ അങ്ങോട്ട് മിക്സ് ആക്കി എടുത്ത് ദെൻ അതൊക്കെ ഉരുട്ടി റൗണ്ടാക്കി പരത്തി എടുത്ത് നമ്മളിപ്പോൾ ചുട്ടോണ്ടിരിക്കുവാണ്. ഞാൻ വോയിസ് ഓവർ കൊടുക്കേണ്ട ടൈമിലും ഐബുട്ടന് എൻ്റെ ഒക്കെ തന്നെ ഉണ്ട്. ഇപ്പോൾ പത്തിരി ചുടുന്ന ടൈമിലും ഒക്കെ തന്നെ ഉണ്ട് കേട്ടോ. അവന് ആ ഒരു ടൈം ആയപ്പോഴേക്കൊക്കെ എണീറ്റിട്ടുണ്ടായിരുന്നേ. കത്തി എന്താ കൈ പിടിച്ചിക്കണെന്ന് ആരെങ്കിലും കരുതുണ്ടെങ്കിൽ ഓലോടാണ് എനിക്ക് പറയാനുള്ളത്. പത്തിരി, അപ്പം, ദോശ ഈ വക സംഭവങ്ങളൊക്കെ ചുടണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ആയുധം എനിക്ക് മസ്റ്റാണ്. പത്തിരിനെ കൂടാണ്ട് നമ്മൾ കുറച്ച് അപ്പം കൂടെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അതായത് നമ്മുടെ കലക്കിപ്പാർന്ന അപ്പം ഉണ്ടല്ലോ, സീയപ്പം എന്നൊക്കെ പറയില്ലേ, അത് തന്നെ, അതും കൂടെ ഉണ്ടാക്കുന്നുണ്ട്. ആ ഒരു മാവ് ഇവിടെ കുറച്ചുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ വേസ്റ്റാക്കി കളയണ്ടെന്ന് ഓർത്ത് അതും കൂടെ അങ്ങോട്ട് ഉണ്ടാക്കി. നമ്മുടെ മെയിനായിട്ടുള്ള ഫുഡൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി ഇങ്ങനെ കുറച്ച് അല്ലറ ചില്ലറ പരിപാടികളും കൂടെ അവശേഷിക്കുന്നുണ്ട്. ഫ്രൂട്ട്സ് കട്ട് ചെയ്യുക, അതേപോലെ തന്നെ ജ്യൂസ് അടിക്കുക, അങ്ങനത്തതൊക്കെ കേട്ടോ. അതിക്ക് പിന്നെ പെച്ചും കൂടെ ഹെൽപ്പാക്കും. വത്തക്കനേക്കാളും കൂടുതൽ ഇവിടെ ഉള്ളത് ഓറഞ്ച് ആയതുകൊണ്ട് തന്നെ ഇന്നിപ്പം ജ്യൂസ് നമുക്ക് ഓറഞ്ച് ജ്യൂസ് ആക്കാമെന്ന് വിചാരിച്ച്. നമ്മളെടുത്തിട്ടുള്ള ആ ഒരു ഡിസിഷൻ തെറ്റായിരുന്നു എന്ന് നമുക്ക് പിന്നീടാണ് തോന്നിയത്. കാരണം ഈ ഒരു ഓറഞ്ച് ജ്യൂസൊക്കെ ആകുമ്പോൾ ആ ഒരു തൽക്കാല സമയം വെച്ചിട്ടേ നമുക്ക് അടിക്കാൻ പറ്റത്തുള്ളല്ലോ. നോമ്പിന് ഈ പരിപാടിയൊന്നും ശരിയാവില്ല. എനിക്കാണെങ്കിൽ നേരത്തും കാലത്തൊന്നും ഈ സാധനങ്ങളായി കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഭയങ്കര ടെൻഷനാണ് കേട്ടോ. ഒന്നാമത് ഈ വീഡിയോ എടുപ്പും കൂടെ അല്ലേ, അത്രയും നേരം നമ്മൾ എടുത്തിട്ടുള്ള ആ ഒരു എഫേർട്ടൊക്കെ വേസ്റ്റ് ആവുമോ എന്നുള്ള ഒരു പേടിയാണ്. അൽഹംദുലില്ലാ എല്ലാ സംഭവങ്ങളും നമ്മൾ സെറ്റാക്കിയിട്ട് ഒക്കെ ഇതവിടെ നിരത്തി വെച്ചിട്ടുണ്ട്. പൊരിക്കടികളൊന്നും നമ്മൾ വീട്ടിലുണ്ടാക്കാത്തതുകൊണ്ട് തന്നെ അതിൻ്റെ ഹസ്ബൻഡ് പുറത്തുനിന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. സമൂസയും കട്ട്ലേറ്റും അതൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ബാങ്കൊക്കെ കൊടുത്ത് നമ്മളൊക്കെ ഫുഡൊക്കെ കഴിക്കാനിരുന്ന് ഐബുകുട്ടന് അവിടെ ടേബിളിൻ്റെ താഴെയും ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം നിങ്ങളൊക്കെ ഫസ്റ്റ് നോമ്പ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ. അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ അതും കൂടെ ചെയ്തേക്കാം കേട്ടോ. ഇൻഷാ അല്ലാ നെക്സ്റ്റ് നോമ്പിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്കിനി അടുത്ത ദിവസം കാണാം.